ഹായ് മക്കളെ, എന്തൊക്കെയാണ് ഒരു ഡീറ്റെയിൽ സ്റ്റഡി പ്ലാൻ വേണമെന്ന് നിങ്ങൾ പല ആളുകളും ആഗ്രഹിക്കുന്നുണ്ടാവും. സോ എങ്ങനെയാണ് ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 2 കാറ്റഗറി ആക്കിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ മുന്നോട്ട് പോകുന്നത്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം എല്ലാ കുട്ടികൾക്കും ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക കേട്ടോ. സോ പ്രിയപ്പെട്ട മക്കളെ, ആ 2 കാറ്റഗറി ഏതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ചില കുട്ടികൾ രാവിലെ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. ചില കുട്ടികൾ രാത്രി വൈകിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. അതായത് കുറേ സമയം രാത്രി പഠിക്കാൻ തയ്യാറാണ്. അങ്ങനെ 2 വിഭാഗം കുട്ടികൾക്കുള്ളൊരു സെഷനാണ്. ഇതിൽ രണ്ടും ഓക്കെ ആണ് മക്കളും ഉണ്ടാവും. സോ എന്താണെങ്കിലും നിങ്ങൾ വീഡിയോ മുഴുവനും കാണുക. നിങ്ങൾക്ക് എഫക്റ്റീവ് ആണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എഫക്റ്റീവ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യേണ്ട. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇഫ് യു ഹാവ് എ പ്ലാൻ യു ക്യാൻ ഫോളോ. ഓക്കെ, നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്താൽ മതി. ഇത് ഫോളോ ചെയ്യണമെന്ന് പറയുന്നില്ല. അപ്പം അങ്ങനത്തെ പ്ലാനുകളൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് ഒരു പക്ഷേ ഉപകാരപ്പെടാൻ സാധ്യതയുള്ളൊരു എന്താണ് പറയുക, ഒരു സ്റ്റഡി പ്ലാനാണ്. സോ ആദ്യം തന്നെ നമുക്ക് മോർണിംഗ് ബേർഡ്സിനെ പറ്റി പറയാം. അതായത് നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്ന കുട്ടികളെ പറ്റി പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് കാണാൻ പറ്റും. വേക്കപ്പ് ഏർലി മോർണിംഗ് നമ്മൾ എണീക്കേണ്ടതുണ്ട്. 4 മണിയാകുമ്പോൾ നമ്മൾ എഴുന്നേൽക്കണം. ഇനി പ്രത്യേകിച്ച് +1 +2 കുട്ടികളാണെങ്കിൽ അവർ എന്തായാലും 4 മണിക്ക് തന്നെ എഴുന്നേൽക്കണം. SSLC കുട്ടികൾ പറ്റുന്ന അത്രയും തന്നെ ഫോളോ ചെയ്യുക ഏറ്റവും നല്ലതാണ്. എല്ലാവർക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള സിലബസ് ഇപ്പോൾ SSLC പഠിക്കുന്ന കുട്ടിക്ക് SSLC ആയിരിക്കും, +1 പഠിക്കുന്ന കുട്ടികൾക്ക് +1 ആയിരിക്കും, +2 പഠിക്കുന്ന കുട്ടികൾക്ക് +2 ആയിരിക്കും. അപ്പോൾ +1 +2 കുറച്ചുകൂടി അധികം പഠിക്കാണ്ടായതുകൊണ്ട് തന്നെ അവർ എന്തായാലും തന്നെ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ അത് എഴുന്നേറ്റിരിക്കണം. നിങ്ങളുടെ എയിമിനനുസരിച്ചാണ് നിങ്ങൾ എഴുന്നേൽക്കുന്നുണ്ടോ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ എല്ലാ കുട്ടികളും 4 മണിക്ക് എഴുന്നേൽക്കുക. 4:30 വരെ നമ്മുടെ ഡെയിലി റുട്ടീനാണ്. അതിലൊന്നും മാറ്റം ഉണ്ടാവാൻ പാടില്ല. ഒന്ന് ഫ്രഷ് ആവുക, പറ്റുകയാണെങ്കിൽ ഒന്ന് കുളിക്കുക. തല നനച്ചാൽ പ്രശ്നമുള്ള ആളുകൾ തല നനയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബോഡി ഒന്ന് വാഷ് ചെയ്തിട്ട് പല്ലൊക്കെ തേച്ച് ഒന്ന് വൃത്തിയിലിരിക്കുക. ഒരു കുപ്പി വെള്ളവുമായിട്ട് വേണം നിങ്ങൾ സ്റ്റഡി ടേബിളിൽ ഇരിക്കാൻ. അത് മസ്റ്റാണ്. ചായ പറ്റുന്നത് ഒഴിവാക്കുക. ചായ കുടിക്കേണ്ട ആവശ്യമില്ല. ഇനി കോഫിയൊക്കെ ആണെങ്കിൽ നല്ലതാണ്. കാരണം കോഫി നമ്മളെ ഡോപ്പമിൻ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പഠിക്കാൻ ഇൻട്രസ്റ്റ് തരുന്ന ഒരു കാര്യമാണ്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ സ്റ്റഡി നമ്മൾ 4:30 മുതൽ 6:30 വരെ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ എന്ത് പഠിക്കണം എന്ന് വെച്ചാൽ പല സമയത്തും നമുക്ക് ഇൻ കേസ് നമുക്കൊരു ബോറടിക്കാൻ സാധ്യത ഉണ്ട് എങ്കിൽ, ഏതെങ്കിലും വിഷയം നിങ്ങൾക്ക് ബോറടിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും 4:30 മുതൽ 6:30 വരെയുള്ള സമയത്തിൽ ഒരു 5:30 വരെയുള്ള സമയം നിങ്ങൾ ആ സബ്ജക്റ്റ് എടുക്കരുത്. നിങ്ങൾക്ക് ബോറടിക്കാൻ ചാൻസ് ഉള്ള സബ്ജക്റ്റ് എടുക്കരുത്. ഇനിയിപ്പോൾ ബോറടിക്കുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ പോലും എഴുതി പഠിക്കാനുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പല ആൾക്ക് ഇഷ്ടമില്ല എങ്കിൽ, പക്ഷേ നിങ്ങൾക്ക് എഴുതി പഠിക്കാൻ, നിങ്ങൾക്ക് ഉറക്കമൊക്കെ ഒഴിവായി കിട്ടാൻ ഏറ്റവും നല്ലത് ആദ്യത്തെ 1 മണിക്കൂർ എഴുതി പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അതുപോലത്തെ സബ്ജക്റ്റുകൾ നമുക്ക് ചിലപ്പോൾ ഫോർമുലാസ് എഴുതാനുണ്ടാവും, ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കാനുണ്ടാവും. അപ്പോൾ ഏറ്റവും നല്ലത് അങ്ങനത്തെ ഒരു ടോപ്പിക് എടുക്കുന്നതാണ് ആദ്യത്തെ ഈ 2 മണിക്കൂറിൽ നല്ലത്. 5:30 മുതൽ 6:30 വരെ നിങ്ങൾക്ക് എഴുതി എടുക്കണം. പിന്നെ ഇതിൻ്റെ ഒരു പ്രെയർ ടൈം ഒക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 6:30 മുതൽ 8 മണി വരെ ബ്രേക്ക് ആയിട്ടാണ് എടുത്തത്. പക്ഷെ അത് എല്ലാവരും എടുക്കണം നിർബന്ധമല്ല. ഓക്കെ, അപ്പോൾ 4 മണിക്ക് കൃത്യമായിട്ട് എഴുന്നേറ്റ് വന്ന ആളുകൾക്ക് ആ ബ്രേക്ക് എടുക്കാവുന്നതാണ്. അല്ലാതെ എല്ലാവരും തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. 4 മണിക്ക് തന്നെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. ഞാനതിനൊരു വിട്ടുവീഴ്ച തരാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പോൾ 8 മണി വരെ ബ്രേക്കാണ്. 8 മുതൽ 10 വരെ വീണ്ടും നമ്മൾ സ്റ്റഡി ചെയ്യണം. അത് മസ്റ്റാണ്. 8 മുതൽ 10 വരെ നല്ല ടൈമാണ്. അതേപോലെ 4:30 മുതൽ 6:30 വരെ നല്ല കിടിലൻ ടൈമാണ്. ആ 4 മണിക്കൂർ നിങ്ങൾ പഠിച്ചാൽ അത്യാവശ്യം നല്ലൊരു കോണ്ടന്റ് നിങ്ങളുടെ ഉള്ളിൽ കയറും. ഇതുവരെ അങ്ങനെ പഠിക്കാത്ത ആളുകൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനൊക്കെ അങ്ങനെയായിരുന്നു പഠിക്കാറുള്ളത്. കൂടുതലും മോർണിംഗ് ടൈമിൽ ഞാൻ കുറച്ച് ഒരു 1.5 മണിക്കൂറാണെങ്കിൽ 1.5 മണിക്കൂർക്ക് അത്രയും ബെനിഫിറ്റ് ഉള്ളൊരു മോർണിംഗ് ടൈം ആയിരുന്നു. പിന്നെ 8 മുതൽ 10 വരെ നല്ലൊരു സമയമാണ്, പഠിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ SS, ബയോളജി, കെമിസ്ട്രി, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ബയോളജി ഇപ്പോൾ +1 +2 ഏറ്റവും നല്ലത് ബയോളജി പോലത്തെ സബ്ജക്റ്റുകളാണ്. ബോട്ടണി, സുവോളജി ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് നോക്കാം. കൊമേഴ്സുകാർക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ കൊമേഴ്സിനെ നോട്ട് ചെയ്തില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾ ആ സബ്ജക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യാം. ഈ എഴുതിയ സബ്ജക്റ്റുകളൊന്നും ഇതേപോലെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ചെറിയൊരു എനിക്ക് തോന്നിയ ഫീൽ വെച്ച് ഞാൻ കുറച്ചിട്ട ബ്രാക്കറ്റിലിട്ട ടൈം ടേബിളാണ്. പിന്നെ അതേപോലെ തന്നെ 10 മുതൽ 10:30 വരെ ബ്രേക്കാണ്. എഗെയിൻ നമുക്ക് ബ്രേക്ക് വേണം. ബ്രേക്ക് മസ്റ്റാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വേണം, അത് മസ്റ്റാണ്. എന്തെങ്കിലും ബേക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് പോയി ഫ്രിഡ്ജ് തുറക്കാം, അതൊക്കെ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് പോയി ബേക്കറി ഉണ്ടോ എന്ന് പോയി നോക്കാം. ഒരു തവണ പോയി ബേക്കറി ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും പിന്നെ സമയത്ത് നമുക്ക് പോകാവുന്നതാണ്. അതിലൊന്നും തെറ്റില്ല, നല്ലതാണ്. എപ്പോഴും അടുക്കളയായിട്ട് കണക്ഷൻ ആവാൻ പാടില്ല. പിന്നെ 10:30 മുതൽ 12 മണി വരെ ഒരു സ്റ്റഡി ടൈം തന്നെയാണ്. ആ സ്റ്റഡി ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ മുതൽ അതുവരെ എന്താണോ പഠിച്ചത് അത് റിവൈസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്.
രാവിലെ മുതൽ നിങ്ങൾ 10 മണി വരെ പഠിച്ചല്ലോ, ആ കാര്യം നിങ്ങൾ റിവൈസ് ചെയ്താണ് ഏറ്റവും ബെസ്റ്റ്. ഇനി എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ പഠിക്കണമെങ്കിൽ പഠിക്കാം, നോ പ്രോബ്ലം. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ കുട്ടിക്കാണ് വരച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കാം, ബോറടിക്കില്ല. അത് നല്ലൊരു ഓപ്ഷനാണ്. ഏതെങ്കിലും സബ്ജക്റ്റുകളും കാര്യങ്ങളൊക്കെ. പിന്നെ ഡയഗ്രാംസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ബയോളജിയിലാണെങ്കിൽ ഡയഗ്രാംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ് ആ ഒരു സമയത്ത്. പിന്നെ 12 മുതൽ 2 വരെ റീഫ്രഷ് പ്ലസ് ഫുഡാണ്. പക്ഷേ ഞാൻ അവിടെ 2 ഓപ്ഷൻ തരുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉറങ്ങാം. 12 മുതൽ 2 മണി വരെ നിങ്ങൾ അത്യാവശ്യം ടയേർഡായിരിക്കും, ഉറങ്ങാം. നല്ലൊരു 2 മണിക്കൂർ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങിയാൽ ഭയങ്കര സന്തോഷം. ഞാനൊക്കെ PG പഠിക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ് നിന്ന് ഉറങ്ങായിരുന്നു. ക്ലാസ് നിന്ന് ഉറങ്ങാതെ എങ്ങനെ പിടിച്ചു വെക്കും, മാക്സിമം പിടിച്ചു അങ്ങനെ നിൽക്കും. പക്ഷെ എനിക്ക് ഒരു അക്ഷരം മനസ്സിലാവില്ല. പക്ഷെ ആ ക്ലാസ്സിൽ നിന്ന് ഒരു 10 മിനിറ്റ് ടീച്ചർ നോക്കി നിൽക്കുക, ഉറങ്ങുമ്പോൾ ഒരു സുഖമുണ്ട് മോനെ. അത് അങ്ങനെ ചെയ്തിട്ടോ, അങ്ങനെ ഞാൻ ചെയ്യാനെല്ലാം പറഞ്ഞു. പക്ഷെ ഞാൻ ആ ഉറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഭയങ്കര എനർജി ആയിരിക്കും. പിന്നെ ടീച്ചർ എന്ത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അത് ഞാൻ ഭയങ്കരമായിട്ട് അനുഭവിച്ചൊരു കാര്യം. അതായത് ചെറിയൊരു സ്നാപ്പ് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും പഠിക്കാതിരിക്കുകയാണ് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും, നമ്മൾ എന്ത് വർക്ക് എടുക്കുകയാണെങ്കിലും. അപ്പോൾ എന്തായാലും ആ സമയം നിങ്ങൾക്ക് ഉറങ്ങാനാണ് നല്ലത്. പക്ഷേ അവിടെ ഇട്ടത് 2 മുതൽ 4 മണി വരെ ഉറങ്ങാനാണ്. പക്ഷേ അതിനേക്കാൾ ബെസ്റ്റ് നിങ്ങൾക്ക് എപ്പോഴും 12 to 2 വരെ ഉറങ്ങുന്നതാണ്. ഇതിൽ ഭക്ഷണം കഴിക്കാനൊക്കെ കഴിക്കുക. ഇപ്പോൾ 4 മണിക്ക് ശേഷം പറ്റുകയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് കുളിച്ച് മാറ്റിയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, 2 to 4 വരെ. പിന്നെ 4 മുതൽ 5 വരെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുറത്തൊക്കെ ഒന്ന് പോകാം, അയൽവാസികളായിട്ട് സംസാരിക്കാം, നിങ്ങളെ കൂട്ടുകാരായിട്ട് സംസാരിക്കാം. ഫോൺ മാക്സിമം ഒഴിവാക്കുക കേട്ടോ. ഫോൺ ഈ സമയങ്ങളിലൊക്കെ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് കളിക്കണമെങ്കിൽ കളിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പം പറ്റുന്നെങ്കിൽ നിങ്ങൾ പുറത്ത് പോയി ആളുകളോട് സംസാരിക്കാൻ ശ്രമിക്കുക. പക്ഷേ ഇതിൽ തന്നെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളുണ്ടാവും, അവർ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ ഒരു ഫ്രീ ആയിട്ട് മൈൻഡ് ഫീൽ ചെയ്യുന്നത്, ചിലപ്പോൾ മ്യൂസിക് കേൾക്കുന്ന ആൾക്കാരുണ്ടാവും, ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യല്ല. പക്ഷേ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്താലാണോ ഒരു മൈൻഡ് ഒന്നും ആലോചിക്കേണ്ട, ഒരു ടെൻഷനും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നില്ല. അപ്പോൾ പുറത്ത് പോയി നടക്കുന്ന സമയത്ത്, ആളുകളായിട്ട് സംസാരിക്കുന്ന സമയത്ത്, കളിക്കുന്നൊക്കെ സമയത്ത് നമുക്ക് ഒരുപാട് റീഫ്രഷ്മെൻറ്റ് കിട്ടും. അപ്പോൾ അതിനാണ് ഞാൻ ആ ഒരു സമയം പറഞ്ഞത്. 4 മുതൽ 5 വരെ നിങ്ങൾ കളിക്കാൻ പോകുന്ന ആളുകൾക്ക് കളിക്കാൻ പോകാം, പക്ഷേ പരിക്ക് പറ്റിക്കാതെ ശ്രമിക്കാം. 5 മുതൽ 5:30 വരെ വീണ്ടും റീഫ്രഷ് ടൈമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് കളിയാണെങ്കിലും ഒരു 5:30 ആകുമ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലെത്താൻ ശ്രമിക്കുക. 6:30 മുതൽ 6:30 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എന്താണോ അതന്നെ വീണ്ടും റിവൈസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അല്ല കുറച്ചുകൂടി അധികം നിങ്ങൾക്ക് പഠിക്കണം തോന്നുന്നുണ്ടെങ്കിൽ 5:30 മുതൽ 6:30 പകരം നിങ്ങൾ തൊട്ട് മുമ്പേ ഞാൻ വേറൊരു റിവിഷൻ ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് വേണമെങ്കിൽ പഠിക്കാം. എന്നിട്ട് ഈ ഒരു സമയത്ത് റിവിഷൻ തന്നെയാണ് നല്ലത് തോന്നുന്നു, നിങ്ങളുടെ ഇഷ്ടമാണ്. 6:30 മുതൽ 7 വരെ പ്രെയർ ടൈമാണ്. നിങ്ങൾക്ക് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അല്ലെങ്കിൽ അല്ലാത്ത ആളുകൾ ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാം, പേപ്പർ വായിക്കാം, ഇനി അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കാം. ഫോണിൽ കളിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അരമണിക്കൂർ, അതായത് മീഡിയകൾ കളിക്കുന്ന സമയത്ത് നിങ്ങൾ അരമണിക്കൂർ അധികം എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് വലിയൊരു അപകടമാണ്. 6:30 മുതൽ 7 വരെ അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ മാക്സിമം സോഷ്യൽ മീഡിയകൾ ഒഴിവാക്കുക, എടുക്കാൻ പോകരുത്. നിങ്ങൾക്ക് അത്രയും ഇഷ്ടമുണ്ടെങ്കിൽ യൂട്യൂബ് വീഡിയോസുകളൊക്കെ എൻ്റർടൈൻ ആയിട്ട് കാണാവുന്നതാണ്. പിന്നെ 7 മുതൽ 9 മണി വരെ നമ്മൾ യൂട്യൂബ് ക്ലാസ്സുകളാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി പകൽ സമയം +1 സ്റ്റുഡിയോ ഒക്കെ പകൽ സമയത്തൊക്കെ യൂട്യൂബ് ക്ലാസ്സുകൾ കാണുന്നുണ്ടാവും. അത് സ്റ്റഡി തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ്സുകൾ കാണുന്ന സമയത്താണ് കൂടുതൽ പഠിക്കാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാമെന്ന് ഞാൻ പറയുന്നില്ല, പല കുട്ടികൾക്കും അങ്ങനെ ഡിപ്പെൻഡാണ്. അപ്പോൾ അവരങ്ങനെ തന്നെ പഠിച്ചോളൂ, അത് നല്ലതാണ്, നല്ല മെത്തഡാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ തന്നെ പല യൂട്യൂബ് ചാനലുകൾ കാണുന്ന കുട്ടികളുണ്ടാവും. സോ ഞാൻ നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ഞാൻ സൈലത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കഴിവുള്ളായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാത്സിൻ്റെ കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് ഞങ്ങൾ സൈലത്തിലേക്ക് ക്ഷണിക്കുകയാണ്, ഞങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, 7 മുതൽ 9 മണി വരെ യൂട്യൂബ് ക്ലാസ്സുകളാണ്. 9 to 7 മുതൽ 10 വരെ കേട്ടോ, 9 മണിയല്ല 10 മണി വരെ കേട്ടോ. 7 മുതൽ 10 മണി വരെ നമ്മൾ എന്ത് ചെയ്യുക, യൂട്യൂബ് ക്ലാസ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് പ്രിഫറൻസ് തരുന്നത്. നിങ്ങളത് കാണുക. 10 മുതൽ 10:30 വരെ ജസ്റ്റ് റിവൈസ് ചെയ്യുക. നിങ്ങൾ കണ്ട 3 മണിക്കൂർ കണ്ട ക്ലാസ് ഒന്ന് റിവൈസ് ചെയ്യുക. 10:45 മുതൽ 4 മണി വരെ നിങ്ങൾ ഉറങ്ങുക. ഏകദേശം ഒരു 5.25 മണിക്കൂർ അവിടെയും പകൽ 2 മണിക്കൂർ നമ്മൾ ഉറങ്ങാൻ തന്നിട്ടുണ്ട്. ഏകദേശം ഒരു കുട്ടി ഒരു ഡെയിലി ഒരു 6 മണിക്കൂറൊക്കെയാണ് ഡെയിലി മാക്സിമം 6 മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ മതി. ഇപ്പോൾ ഒരു 6 മുതൽ 7 മണിക്കൂർ വരെ മാക്സിമം നിങ്ങൾ ഉറങ്ങിയാൽ മതി. അതിൽ കൂടുതൽ ഇപ്പോൾ വേണ്ട. ഓക്കെ, സോ കാരണം എക്സാമിനോട് അടുത്ത സമയം കൊണ്ട് നമുക്ക് മാക്സിമം റിവൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ കൂടുതൽ പ്രായത്തിൽ റിവിഷനാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചാൽ തന്നെ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറവി എന്ന് പറയുന്ന കാര്യം കുറയും, മറവിയുടെ അളവ് കുറയും. അതിനാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം തന്നെ 2-3 റിവിഷൻ നിങ്ങൾ തരുന്നത്. നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻ കേസ് നിങ്ങൾ ഈ റിവിഷൻ ഇതിൽ കയറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നാളെ ആകുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ മറന്നു പോകും. പക്ഷേ നിങ്ങൾ ഈ റിവൈസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ മറവിയുടെ അളവ് കുറയും. പറഞ്ഞാൽ മനസ്സിലാവും. അപ്പം ഇതാണ് മോർണിംഗ് ബേർഡ്സിനുള്ള ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇനി ഈവനിങ് ബേർഡ്സ് ആണെങ്കിൽ, അതായത് നൈറ്റ് ബേർഡ്സ് ആണെങ്കിൽ, രാത്രി കൂടുതൽ സമയം പഠിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനൊക്കെ ചില ദിവസങ്ങൾ ഓരോ സീസണിലാണ്. ഇപ്പം നല്ല തണുപ്പുള്ള ദിവസം ചിലപ്പോൾ ഞാൻ എന്തായി പോകും, മോർണിംഗ് അങ്ങനെ എണീക്കാൻ പറ്റില്ല. ഇപ്പോൾ ചൂടുള്ള സമയത്തുകൊണ്ട് നിങ്ങൾക്ക് നൈറ്റ് ടൈമൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. 5:45 മുതൽ വേക്കപ്പാണ്, 5:45 AM മുതൽ വേക്കപ്പ്, അതായത് എഴുന്നേൽക്കേണ്ട സമയമാണ്. അപ്പം നൈറ്റ് ബേർഡ്സിന് 8 മണി വരെ ഒന്നും ഉറങ്ങേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇനി അങ്ങനെ ശീലമുള്ള ആളുകൾക്ക് 8 മണിയും 10 മണി വരെയൊക്കെ ഉറങ്ങാം. അപ്പോൾ നിങ്ങൾ ലാസ്റ്റത്തെ സമയം അതിനനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. 5:45 മുതൽ 6:15 വരെ ഡെയിലി റുട്ടീനാണ്. 6:15 മുതൽ 8 മണി വരെ റിവൈസ് ആണ്.
റിവൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തലേ ദിവസം രാത്രി എന്താണോ പഠിച്ചത് അത് റിവൈസ് ചെയ്യുക. 6:15 മുതൽ 8 മണി വരെ 1.25 മണിക്കൂറാണ്. 8 മുതൽ 10 വരെ. ഇതിനനുസരിച്ച് നിങ്ങൾ എന്തെങ്കിലും സമയം മാറ്റുന്നതിനനുസരിച്ച് ഈ സാധനങ്ങൾ അതിൽ വരുന്നുണ്ടോ നോക്കണം കേട്ടോ. 8 മുതൽ 10 വരെ ഏകദേശം ബ്രേക്കാണ്. നിങ്ങൾക്ക് ചായ കുടിക്കാം, ഇപ്പം എന്തെങ്കിലും ഫോണിൽ കളിച്ചിരിക്കാം. 10 മണിയാകുമ്പോൾ വീണ്ടും നിങ്ങൾ പഠിക്കുന്നതിലേക്ക് എത്തണം. 12 മണി വരെ നിർബന്ധമായിട്ട് പഠിക്കുക. 2 മണിക്കൂർ അവിടെ പഠിക്കണം. പിന്നെ 12 to 2 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലീപ്പ്, അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നു. 2 മുതൽ 4 വരെ വീണ്ടും നമ്മൾ പഠിക്കുന്നു. 4 മുതൽ 5 മണി വരെ ഈവനിങ് വാക്കിന് നമ്മൾ പോകുന്നു, നേരത്തെ പോലെ കളിക്കാനും. അപ്പോൾ ഈ രാവിലെ പഠിക്കുന്ന ആൾക്കാരും രാത്രി പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ 4 മണിയാകുമ്പോൾ വേണമെങ്കിൽ കൂട്ടിമുട്ടാം. ഓക്കെ, 5 മുതൽ 5:30 വരെ വീണ്ടും റീഫ്രഷ് ആണ്. 5:30 മുതൽ 6:45 വരെ റെക്കോർഡ് വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് സമയമുണ്ട്. ഓക്കെ, അതിനല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് ക്ലാസ്സുകൾ എങ്ങനെയാണ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്ന ആ രീതി ചെയ്യുക. ഇപ്പോൾ 5:30 6:45 മുതൽ 7 മണി വരെ പ്രയർ ടൈമാണ്. അതിൽ 1/4 മണിക്കൂറേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നൈറ്റിൽ കൂടുതൽ പഠിക്കുന്ന ആളുകൾക്ക് ആ ഒരു സമയം നമുക്ക് കുറച്ച് സമയം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ 7 മുതൽ 10 വരെ നമുക്ക് യൂട്യൂബ് ക്ലാസ്സുകൾ പ്രിഫർ ചെയ്യാം. 10 മുതൽ 12 വരെ റിവിഷനാണ്. രാത്രി 12 മണി വരെയാണ് 2 മണിക്കൂർ. ആ 2 മണിക്കൂർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 10 മുതൽ 10:30 വരെയോ 11 മണി വരെയൊക്കെ നിങ്ങൾക്ക് ആക്കാം കേട്ടോ. എന്നിട്ട് 1 മണിക്കൂർ റിവൈസ് ചെയ്താലും മതി. എക്സ്ട്രാ ആയിട്ട് പഠിക്കണമെങ്കിൽ അത് പഠിക്കാം. 12 മുതൽ 5:45 വരെ വീണ്ടും സ്ലീപ്പിലേക്ക് എടുക്കുകയാണ്. ഈ 12 മണി കഴിഞ്ഞിട്ടും പഠിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ടൈം 2 മണി 3 മണിയൊക്കെ ആവും പല കുട്ടികളും ഉറങ്ങാൻ. അപ്പോൾ ഫോണിൽ കളിക്കുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലെ എഴുന്നേൽക്കാൻ നേരം വെക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ എയിമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ചാറ്റിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന റീലുകളൊന്നുമല്ല. നിങ്ങൾക്ക് ഇനി ആകെ ഒരു പിടിവള്ളി എന്ന് പറഞ്ഞ് ഈ വരുന്ന 10 ദിവസമാണ്. ആ 10 ദിവസം മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ഫുൾ മാർക്ക് നേടാൻ പറ്റുള്ളൂ എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത്, നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് തന്നെ പറയാം. നിങ്ങൾ ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാറ്റസുകൾ ഇടാം. ഈസി മാത്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. ഷാഹിദ് റംസാനെ മെൻഷൻ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും റീമെൻഷൻ ഒക്കെ ചെയ്യുന്നതാണ്. ഞാൻ അതിന് വേണ്ടിയിട്ടല്ല പറയുന്നത്. നിങ്ങൾ എത്രയധികം അത് ഏറ്റെടുത്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ കൂടിയാണ്. സോ എല്ലാവർക്കും വിഷ് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം ഈസി മാത്സ്. എല്ലാവരെയും സൈലത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ബൈ.